ആണെന്ന് അത് ഈ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. താത്താരെ ബുദ്ധിമുട്ടിക്കണ്ടാവണ അനിയത്തിയല്ലേ, അതാണ് തിട്ടങ്ങ രണ്ടാളും. എനിക്ക് കാല് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതെ ഗോളടിപ്പിച്ചത്ര. അതെ ഇപ്പൊ. ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായി സ്വാഗതം. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് എൻ്റെ മുഖം കണ്ടങ്ങൾക്കാർക്കും മനസ്സിലാവുണ്ടോ എന്നറിയില്ല. പനി പിടിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ. കുറേ ദിവസമായിട്ട് ഭയങ്കര പനിയായിരുന്നു, വൊമിറ്റിങ്, അങ്ങനെ പല 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 പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ ഏകദേശം ഓക്കെ ആയ പോലെ ഉണ്ട്. നമ്മൾ എന്നിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ പനി പിടിച്ചിരുന്ന സമയത്തേ ഇത് പകർച്ചപ്പനി ആയ കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് പകരുമെന്ന് പേടിച്ചിട്ട് ആരെയും കൂടി വിളിക്കാനും വയ്യ, എനിക്ക് അങ്ങോട്ട് പോകാനും വയ്യ എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഏകദേശം ഓക്കെയാണ്. അങ്ങനെ ഞാൻ പാരസെറ്റമോളും പിന്നെ ചുക്ക് കാപ്പി അത് ഇതൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ ഓക്കെ, ഏകദേശം ഓക്കെയാണ്. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല വല്ലാണ്ട്. അപ്പോൾ നമുക്കിന്ന് വീട്ടിലേക്ക് പോകണം. അപ്പം നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് ശരിക്കും പോലെ നല്ലപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഞ്ഞി മാത്രമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വെക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റ് നല്ലപോലെ ഉണ്ടാക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കുറച്ച് ആരോഗ്യമൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഞാൻ കുറച്ച് നൂൽപുട്ടും തേങ്ങാപ്പാലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ സായക്കുട്ടിയും ആകെ ബുദ്ധിമുട്ടി. സായക്കുട്ടി എനിക്ക് പനി പിടിച്ച് കിടക്കല്ലേ, അപ്പോൾ ഓനിക്കും ഞാൻ ഉണ്ടാക്കുന്ന ഫുഡല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓനും ഇങ്ങനെ ബ്രെഡ് സാൻഡ്വിച്ച് നൂഡിൽസ് ഇതൊക്കെ കഴിച്ചിട്ട് ഓനും കുറച്ചൊക്കെ ഇടങ്ങറായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാനും എൻ്റെ സായക്കുട്ടിയും നന്നായിട്ട് നൂൽപുട്ടൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ കുറച്ചൊക്കെ ഒരു ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്ത് ഞങ്ങളിന്ന് വീട്ടിലേക്ക് പോകുകയെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം. അങ്ങനെ നമ്മുടെ വീട്ടിലേ കുറച്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ അങ്ങനെ നൂൽപുട്ട് പോലത്തെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, പനിയെ പിടിച്ചിരുന്ന സമയത്ത് ഞാൻ പെട്ടെന്നൊരു പുട്ടുണ്ടാക്കും. എൻ്റെ സായക്കുട്ടി ബ്രെഡ് സാൻഡ്വിച്ച് പോലത്തെ സാധനങ്ങളാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാനെപ്പോഴും പറയാറില്ലേ, നമ്മുടെ മക്കൾ സ്വന്തമായിട്ട് ജോലി ചെയ്യാനുള്ള കാര്യങ്ങൾ കുട്ടികളെ ആദ്യം തന്നെ പഠിപ്പിക്കണമെന്ന്. അത് ഇപ്രാവശ്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. കാരണം ഞാനിനൊക്കെ പനി പിടിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ വയ്ക്കാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ സായ്ക്കുട്ടിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയണ കാരണം കൊണ്ട് തന്നെ ഓനക്കും ഓൻ്റെ കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടോ. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ ആളെന്നെ ചെയ്തിരുന്നത്. അടിച്ചു വാരുന്ന അവനക്ക് തുടക്കാൻ അറിയില്ല, അപ്പോൾ അടിച്ചു വാരലും പിന്നെ എനിക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കി തരലും ചായ ഉണ്ടാക്കി തരലും ഒക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ കുട്ടീൻ്റെ കാലൊക്കെ ഒഴിഞ്ഞു തരുമായിരുന്നു കേട്ടോ. പിന്നെ ഏറ്റവും വലിയ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയതേ, ഞാൻ 3-4 ദിവസമായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് കഞ്ഞിയാണ് വെച്ചിരുന്നത് കേട്ടോ. ഉച്ചയ്ക്കെന്ന് മാത്രമല്ല രാത്രിയും. അപ്പോൾ ആ കഞ്ഞി കൊടുത്താലും അവന് ഒരു പരാതി കൂടാതെ അവന് കഴിക്കും. അവനക്ക് ചോറ് വേണം, അത് വേണം, ഇത് വേണം, അമ്മാതിരി ഒരു പ്രശ്നങ്ങൾ ഓന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് അവൻ തന്നെ സമയമാകുമ്പോൾ വന്നിട്ട് കഞ്ഞി എടുത്ത് അവൻ തന്നെ കുടിച്ചോളും. പിന്നെ അവനക്ക് എന്തെങ്കിലും രസമുള്ള സാധനം കഴിക്കണമെന്ന് തോന്നുമ്പോൾ നൂഡിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഊന്ന് കഴിക്കും. എനിക്ക് പനി മാത്രമല്ല, എന്നെ ഈ ഫുഡ് കഴിക്കാൻ തോന്നാതിരിക്കണം, ഇങ്ങനെ ഈ വൊമിറ്റ് ചെയ്യാൻ തോന്നൂലേ, ആ ഒരു പ്രശ്നമായിരുന്നു. ആ ഒരു പ്രശ്നം എപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഭക്ഷണം കഴിക്കണ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ശരീരത്തിന് കുറേ കാലം കൂടുമ്പോൾ ഒരു അസുഖം വരണം എന്നാണല്ലോ പറയുക. എനിക്ക് പനി കഴിഞ്ഞ കൊറോണൻ്റെ സമയത്ത് വന്നതാണെന്ന് തോന്നുന്നു. ആ സമയത്ത് കൊറോണ പിടിച്ച് കുറച്ച് ദിവസം കിടന്നിരുന്നു എന്നുള്ളതല്ലാണ്ട് അതിൻ്റെ ശേഷം എനിക്കൊരു പനി പോലത്തെ ഒരു അസുഖം പഠിച്ച് സഹിച്ചിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് പിന്നൊരു അസുഖം വന്നത്. അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് ആയിരിക്കുമ്പോഴേ, എൻ്റെ സായ്ക്കുട്ടി ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഇന്നുമോളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഞാൻ സായ്ക്കുട്ടി ഉണ്ടാകുമ്പോൾ ഒരു പനി വന്ന് എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആ പേടിയും പോയി. ഇനി സായ്ക്കുട്ടിനെ കൊണ്ട് നിർബന്ധിച്ച് കഷ്ടപ്പെടിപ്പിച്ച് ഓനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണോ, ആ കുട്ടീനെങ്ങനെ ജോലി ചെയ്യിപ്പിക്കല്ലേ എന്നൊക്കെ കമൻറ്റ് ഒക്കെ പറയുന്ന ആൾക്ക് ഈ വീഡിയോ ഓന് സ്വന്തമായിട്ട് എടുത്തതാണ് കേട്ടോ. കണ്ടോ, അവൻ ഈ ജോലിയൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവന് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് അറിയാത്ത കേസുകളേ ഉള്ളൂ. അറിയാത്തത് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള ആ ഒരു കൺഫ്യൂഷനേ ഉള്ളൂ. അല്ലാണ്ട്
ആൾ ചെയ്യുന്ന ജോലിയൊക്കെ ആൾ നല്ല സന്തോഷത്തോടു കൂടി അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. കാരണം ഇത് അവന് സ്വന്തമായിട്ട് അവനോട് ഞാൻ പറഞ്ഞു, അമ്മൻ്റെ കുട്ടി ആ ടേബിളും കാര്യങ്ങളൊക്കെ തുടക്കും കാര്യങ്ങളൊക്കെ ചെയ്യും, വീഡിയോ എടുക്കും ചെയ്യും കേട്ടോ. ഞാൻ എൻ്റെ ഹെൽത്ത് ഫുള്ളായിട്ട് ഓക്കെ ആയിട്ടില്ല, അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് താനും. അപ്പോൾ ആൾ തന്നെ സ്വന്തമായിട്ട് വീഡിയോ എടുത്ത് സ്വന്തമായിട്ടാണ് ജോലി ചെയ്യേണ്ടത്. അപ്പോൾ ക്യാമറ നിങ്ങളെപ്പോഴും ചോദിക്കാറില്ല ഈ വീഡിയോ ആരെടുത്ത് തരുന്നതെന്ന്, നമ്മൾ സ്വന്തമായിട്ട് ട്രൈപോഡ് വെച്ചിട്ട് എടുക്കുന്നതാണ്. ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് കൊടുത്തതാണ് കേട്ടോ. മറ്റേതൊക്കെ അവന് ട്രൈപോഡ് അവിടെ വെച്ച് വീഡിയോ എടുത്ത്, ട്രൈപോഡ് പിന്നെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ച് അങ്ങനെ വീഡിയോ എടുത്ത് ഓനെന്നെ സഹായിക്കും ചെയ്തിരുന്നു, എല്ലാ തരത്തിലും സഹായിച്ചിരുന്നു. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ എപ്പോഴും നമ്മൾ ഇല്ലാത്തൊരു സമയം, നമ്മൾക്ക് വയ്യാത്തൊരു സമയം, ആ സമയത്ത് എങ്ങനെ അവർ ജീവിക്കും എന്നുള്ളതിനനുസരിച്ചിട്ട് വേണം കുട്ടികളെ വളർത്താൻ എന്നുള്ളത് ഒരു പ്രാവശ്യം കൂടി എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി കേട്ടോ. വീട്ടിലേക്ക് ഞാൻ ഒരു ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ തല തടിച്ച് കുളിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ ഹെൽത്ത് വൈസ് ഓക്കെയാണ്, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. തലക്ക് നനച്ച് കുളിച്ചപ്പോൾ ഭയങ്കര ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. ഇനി വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്, വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പട്ടാമ്പിക്ക് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. ഓന്റെ മമ്മക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയ ദിവസം, അപ്പൊ അതുപോലെ എല്ലാരും കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത് ഫയലൊക്കെ അല്ലേ, വീട്ടിലേക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഗായ്സ്. പുതിയ ചെയറൊക്കെ നമ്മളെ പാട്ട ചെയറൊക്കെ മാറ്റി, വാവ് നന്നായിട്ടുണ്ട് പാട്ട്. ഇതൊന്നും പറഞ്ഞില്ലല്ലോ, റൗണ്ടിലുള്ള മാർബിള് നമ്മളെ വീട്ടിൽ കണ്ടിട്ട് ഇവര് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഗായ്സ്. മാറ്റം വേറെ പലതുണ്ട്. ഞാന് പ്രത്യേകമായി വീട്ടിൽ നിന്ന് വരുമ്പോ തന്നെ എനിക്ക് ബിരിയാണി ഉണ്ടാക്കണേ ഡാഡി എന്ന് പറഞ്ഞു. എന്റെ ഡാഡി ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? എത്ര കഴിച്ചിട്ട് പള്ളേ വളർത്ത ബിരിയാണിയാ? ഞാൻ മാത്രം മാറ്റാൻ പറ്റിട്ടാണത്. ഇത് തന്നെയാണ് ഞാൻ സ്വപ്നം കണ്ട ബിരിയാണി. ഡാഡി പേരക്കുട്ടിക്ക് മാത്രം കാലെടുത്തിട്ട് എനിക്ക് കാല് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബിരിയാണി തീറ്റൊക്കെ കഴിഞ്ഞ് ഞാനും നെബിലുട്ടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മയങ്ങി എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ കുറച്ച് നെബിലുട്ടി നല്ല അർജന്റീന ഫാനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ അങ്ങനെ ഫുട്ബോൾ ടീമൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ അർജന്റീന തോക്കട്ടെ അല്ല, ഇനി ഏതെങ്കിലും അർജന്റീന ഫാൻ എന്നെ പിടിച്ച്, അതായത് ഞാൻ അർജന്റീന കഴിഞ്ഞ വർഷം കപ്പ് എടുത്തല്ലേ, പ്രാവശ്യം കപ്പ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനത്തെ ഓരോ വർത്തമാനത്തിലൊക്കെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ മയങ്ങി നീറ്റ്. അപ്പോഴേക്കും ഇവിടെ ജാസ്തിക്കുട്ടി വന്നിട്ടുണ്ട്. ജാസ്തിക്കുട്ടിൻ്റെ വീണ്ടും ഞാൻ കാണിച്ചു അതൊക്കെ. ഇജ്ജ് കാണിച്ചു തരുമോ? അതെ, ജാസ്തിക്കുട്ടിൻ്റെ പുതിയ ബുക്കിൻ്റെ പ്രകാശനം ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ആളും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിജിത്തിൽ വരും, പിന്നെ രാത്രി ആകുമ്പോൾ ശരീരത്തിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഞങ്ങളെല്ലാവരും അവിടെ ചേർന്നിട്ടാണ് ഇന്ന് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കാണാൻ പോണത്. എന്താവുമോ എന്തോ. എന്റെ ചാനലിൽ മൊന്ന കാണിച്ചില്ല എല്ലാരും. അങ്ങനെ നെബിലുട്ടി പിന്നെ ഇരുന്നാൽ മതി. എനിക്ക് ഓൾറെഡി അങ്ങനെ നമ്മളെല്ലാ ടീമും എത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ അല്ല ഇനി 2 ടീം വരാനുണ്ടല്ലേ. എനിക്ക് കപ്പ് എടുക്കണം കാണാൻ വേണ്ടിട്ട് കുറച്ച് വിട്ടിരിക്കാം. എനിക്ക് നല്ല മറ്റേ ഈ ചായ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതായത് നമ്മളെ ചെറുനാരങ്ങൊക്കെ പിഴിഞ്ഞിട്ട് അതിലേക്ക് ആലോചിച്ച് നോക്കടി. അനക്കൊക്കെ ഉമ്മല്ല വീട്ടില്. എനിക്ക് പനി പിടിച്ചിട്ട് ഞാൻ ഒറ്റക്കാണ് എന്നെ പരിചരിച്ചിരുന്നത്. അപ്പൊ വീട്ടിലേക്ക് വന്നപ്പോ ഉമ്മ എനിക്ക് ചായ ഉണ്ടാക്കി തന്നപ്പോ എനിക്ക് ഭയങ്കര സത്യങ്ങൾ വിളിച്ചിരുന്നുണ്ട്. അപ്പൊ എനിക്ക് ചായ കുടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. ഞാൻ കുടിക്കട്ടെ, ഞാൻ കുടിക്കും. അതെ, ഇനി നമ്മള് വൈകുന്നേരങ്ങളിൽ സ്നാക്സ് ഉണ്ടാക്കാൻ എന്തോ നെബിലുട്ടി എന്താ പുതിയ സാധനം വെച്ചിട്ടുണ്ട്.
ഇൻസ്റ്റന്റ് മിക്സ് അത് കൂട്ടി ഞങ്ങൾ ചായ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. എന്താണ് എന്തിന് ഞങ്ങളുടെ സ്കൂൾ സ്പോർട്സ് ഈ ചെക്കൻ എന്താ പിന്നെ ഇങ്ങനെ ഈ ചെക്കനെ കാണുമ്പോഴേ ഇങ്ങനെ ഉറങ്ങിയാ ഇങ്ങനെ രാത്രി കളി കാണണ്ടേ. ആ ഓക്കെ. അപ്പൊ അങ്ങനെ ഞാൻ ഈ ചായയൊക്കെ കുടിക്കട്ടെ. ജാസ്തി കുട്ടി മറ്റേന്തൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അതന്നെ ജാസ്മി കുട്ടിന്റെ ചായ വേണമെന്ന് ഞാൻ പറഞ്ഞു തരില്ല പറഞ്ഞു. ഞാനേ ഇത് വലിയ മാതൃപ്പ ചായ ഒന്നല്ല, എനിക്ക് വയ്യാത്തതാണെന്ന്. അത് ഈ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. അത് കുടിക്കാത്ത താത്താരെ ബുദ്ധിമുട്ടിക്കണ്ടാവണ അനിയത്തിയല്ലേ, അതാണ് തിട്ടൊക്കെ രണ്ടാളും. കുടിച്ചിട്ട് നീറ്റാ മതി, അവിടെ മുഴുവനും കുടിച്ചിട്ട് നീറ്റാ മതി. ഓളെ കുറച്ച് മധുരം കൂടെ മാറട്ടെ. ഞാനെല്ലാ കഷായം കുടിക്കും, എനിക്ക് അമ്മ പ്രശ്നമൊന്നുമില്ല. അവിടെ അത് പൊട്ടിക്കാൻ വയ്ക്കോ ഈ സൂട്ടാ? നെബിലുട്ടി എന്റെ മക്കൾ നല്ല മരം കറികളാണ്. പൊട്ടിച്ചോ? ഓ ഇതാ നല്ല അടക്കാപ്പഴം കിട്ടിയിട്ടുണ്ട്. ആ മൂത്തമാക്ക് അടക്കാപ്പഴം ജീവൻ മണം വെച്ച് കൊടുത്തിട്ടുണ്ട്. അണക്ക് തരാനല്ലേ കുട്ടികൾ എനിക്കുണ്ടാക്കി തന്നതാണ്. വയറടക്കം പിടിച്ച താത്താക്ക് മൂത്തമാക്ക് കുട്ടികൾ പൊട്ടിച്ചു കൊടുത്തതാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ഞങ്ങളെ വേൾഡ് കപ്പിന്റെ മറ്റേ ആവേശവുമായി യാമിക്കുട്ടി വരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ റബ്ബർ നാല് കുടിച്ച് ഒരാൾ എത്തിയിട്ടുണ്ട്. യാമി ഗോളടിപ്പിച്ചത്ര. അതെ ഇപ്പൊ നല്ല പ്രതീക്ഷ ഉണ്ട്. നെജി ആ ടീമിൽ വന്നപ്പോ തൊട്ടിട്ട് നെബിലുട്ടി 5-6 ദിവസം മുന്നേ തിരിച്ചറിഞ്ഞ് മറഡോണ പണ്ട് അർജന്റീന ടീമിൽ മറഡോണനെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അവൻ അർജന്റീന ഇപ്പൊ മനസ്സിലായത്. അതാണ് അവള് ഫുട്ബോൾ. നെബിലുട്ടി അർജന്റീനയുടെ ജേഴ്സി ഒക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താകുമോ എന്താകുമോ അർജന്റീന ഈ ആവേശം ഫുട്ബോൾ വേൾഡ് കപ്പ് തുടങ്ങിയ ആവേശം. ലാസ്റ്റ് വരെ നമ്മൾ ഈ ജേഴ്സി ഇവലൊക്കെ ജേഴ്സി മാറ്റി നമുക്ക് അന്നും ഇന്നിക്ക് തോറ്റല്ല. ഇന്ന് നെബിലോട്ട് അഹങ്കാരം ഒന്ന് കുറച്ചു കൊടുക്കണേ. അങ്ങനെ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി നെബിലോട്ടി സ്വീറ്റ്സുമായി കളി കഴിഞ്ഞാലും മധുരം വിളമ്പാനുള്ള കഴിവ് നെബിലോട്ടിക്ക് ഉണ്ടാവും. ആഫിയത്തും ഇല്ല അത് വേണ്ട. ഓൾക്ക് മധുരം വിളമ്പാൻ കഴിയരുത്. കളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊയങ്ങണം, ഓള് കൊയങ്ങണം. അതാണ് എന്റെ ആഗ്രഹം. എന്ത് മാറിക്കൊണ്ടവരാണ് മഷൂട്ട. സ്പെയിനിന്റെ കൂടെ കളിച്ച് തോറ്റു. പക്ഷെ ഈ കാണുന്നവർക്കൊക്കെ അറിയാം. അങ്ങനെ ഞങ്ങൾ പ്രശ്ന വേൾഡ് കപ്പും കൂടുതലും എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി. ശൈലത്ത് പിരിഞ്ഞു പോയി, മറ്റേ ജാസ്മിൻകുട്ടി പിരിഞ്ഞു പോയി. ഇനി ഞാനും നെജിത്തിയും ഒപ്പാണ് പോണത്. പിന്നെ അറിയാലോ അർജന്റീന തോറ്റു. അത് കാരണം കൊണ്ട് എൻ്റെ നെബിലോട്ടിയൊന്നും വലിയ നല്ല മൂഡിലൊന്നുമല്ല. അർജന്റീന തോറ്റ കാരണം കൊണ്ട് നെബിലോട്ടി വീടിൻ്റെ മുമ്പിലേക്കൊന്നും വരാൻ തയ്യാറല്ല. ഇപ്രാവശ്യം ഞാൻ തേങ്ങ അങ്ങനെയാണ് കൊണ്ടുപോകും. തേങ്ങ ഞാൻ
5 പൊളിച്ചു കളിച്ചാൽ നോക്കട്ടെ. തേങ്ങ വറുക്കാൻ ഇട്ടോളൂ. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഓർഷക്ക് കാത്തിരിക്കുകയാണ്. ഷാൻമോനൊക്കെ അവിടെ ഉണ്ട്. നമ്മളെ അർജൻറ്റീന തോറ്റ ഷാൻമോൻ. അങ്ങനെ പട്ടാമ്പി വീട്ടിൽ വന്ന് ഫൈനൽ കാണുന്നില്ല. നിന്റെ ആഗ്രഹം സഫലമായില്ലേടാ? ആയില്ലേ? കുറേ തേങ്ങ പൊളിച്ചു. ഞാനും കുറേ ഇവിടെ തേങ്ങ പൊളിക്കാൻ വെക്കാനിട്ടല്ല, ഈ താഴത്ത് തേങ്ങ എടുക്കാൻ വെക്കാനില്ല. എൻ്റെ അമ്മക്ക് കുറേ തേങ്ങ തരാം. എൻ്റെ അമ്മക്ക് കുറേ തേങ്ങ എടുത്തരാൻ പറഞ്ഞു. ഞാൻ കുറേ തേങ്ങ കൊണ്ടാ പോകുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് കുറേ തേങ്ങ എടുത്ത് തന്നിട്ടുണ്ട്. എൻ്റെ നെബിലൂട്ടി ചിരിച്ച മുഖം കൊണ്ട് കഴിഞ്ഞ വീട്ടിൽ വന്നിരുന്നു. പക്ഷെ അവളെ മുഖം കാണിക്കാൻ പോലും ഇല്ല. കെൽപ്പ് കൊടുക്കില്ല. അതെ ശരി, ഓക്കെ പോയി. അമ്മച്ചി ഞങ്ങൾ പോയിട്ടാ ആയിക്കോട്ടെ. അങ്ങനെ നമ്മളെ വീട്ടിലെത്തിയപ്പോൾ 3 പാർസലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ സെറ്റാക്കണ്ടേ? നമ്മൾ തേങ്ങ സേഫായിട്ട് എത്തിയില്ല. സേഫിക്കാൻ നല്ല ഓരോന്നോ. നമ്മൾ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാണ്. പിന്നെ വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുക വേണം. അതാണ് പുറത്ത് പോയി വന്നാലുള്ളൊരു ബുദ്ധിമുട്ട്. ആ ഒരു പാർസൽ മാത്രമല്ല കേട്ടോ, നമുക്കിവിടെ വീടിൻ്റെ അകത്ത് വേറെയും പാർസലുണ്ട്. പിന്നെ നമ്മളെ സോഫ സായിക്കുട്ടി തേങ്ങ ഇവിടെ വെച്ചിരിക്കണ നമ്മുടെ സോഫൻ്റെ കോർണറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതിൽ എല്ലാ പാർസലും ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചില്ല. ഞാൻ ഓരോ പാർസലായിട്ട് തുറന്ന് കാണിച്ചു തരാം. പക്ഷേ ഈ ഒരു പാർസൽ എനിക്ക് അത്യാവശ്യം തുറക്കേണ്ട ആവശ്യം കാരണം കൊണ്ട് ഞാനിത് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് തോന്നുന്നു. ഇതൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോഴെന്തായാലും ആ പാൻറ്റ് നമുക്ക് സെറ്റാണ് കേട്ടോ. ഇത് റിട്ടേൺ അയക്കേണ്ട ആവശ്യമില്ലേ. ഇനി കുറച്ച് പുട്ടുണ്ടാക്കിയിട്ട് കഴിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എപ്പോഴും ഗ്യാസ് സിലിണ്ടർ എപ്പോഴും ഓഫാക്കിക്കൊണ്ടാണ്. നമ്മളന്ന് വീട്ടിൽ ആ പ്രശ്നം വന്ന ശേഷമേ എനിക്ക് ഭയങ്കര പേടിയാണ്. സാധാരണ ഞാൻ ഇങ്ങനത്തെ ഒരു അവസരത്തിലൊക്കെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാറാണ് കേട്ടോ. ഇപ്പം ഞാൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കൂല ഇനി എന്നുള്ളതാണ് ഞാൻ കരുതിക്കുന്നത് മാക്സിമം. കാരണം നമുക്ക് ഹെൽത്തിന് ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പുട്ടുണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പുട്ടും കട്ടൻ ചായകൾ കൂട്ടിയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് കണ്ട് അവസാനിപ്പിക്കാം അല്ലേ. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.